സന്ദീപ് വാര്യർ മുൻപ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞതൊന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. RSS പക്ഷത്തു നിന്ന് ആര് മതേതര ചേരിയിലേക്ക് നിലപാട് മാറ്റി വന്നാലും നല്ലതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ 24-നോട് പറഞ്ഞു. എന്ത് തോന്നുന്നു? പട്ടാണിത്തരം മാത്രമല്ല, പാലക്കാട് തന്നെ UDFന്റെയും മതേതര മുന്നണിയുടെ ഒക്കെ വലിയ ശക്തി കേന്ദ്രമാണ്. അപ്പൊ അതുകൊണ്ട് ആത്മവിശ്വാസമുണ്ട്, വലിയ ആത്മവിശ്വാസമാണ്. ഇന്നലെ ഒരു സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടത്തിയിട്ട് ഒരാളെ എത്തിച്ചു, സന്ദീപ് വാര്യർ. പണ്ട് പറഞ്ഞൊക്കെ മാറ്റി പറയൂ? ഇല്ല, പണ്ട് പറയുന്നതല്ലോ. നമ്മൾ അദ്ദേഹം പറഞ്ഞിരുന്ന നിലപാടുകളോട്, അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്ന നിലപാടുകളോട് ഇപ്പോഴും വിയോജിപ്പ് തന്നെയാണ്. അദ്ദേഹം ആ നിലപാട് മാറ്റി ഒരു സെക്കുലർ നിലപാടെടുക്കുകയാണ്. അപ്പം അതിനകത്ത് നമ്മുടെ വളരെ തുറന്ന സമീപനമാണ്. അതായത് RSSന്റെ സർസംഘചാലക് പോലും ആ നിലപാട് വിട്ട് ഏതെങ്കിലും ഒരു സെക്കുലർ ഫാബ്രിക്കിന്റെ ഭാഗമാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുഴുവൻ സെക്കുലർ മൈൻഡ് സെറ്റ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തതിന് വളരെ പോസിറ്റീവായിട്ടല്ലേ പാലക്കാട് എടുക്കുന്നത്. എന്തായാലും വോട്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഗുണത്തിനപ്പുറം ഞാൻ പറയുന്നത്, അപ്പുറത്തൊരാളെ പോലും നിർത്താൻ പാടില്ല. എല്ലാവരും ഇപ്പുറത്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ സെക്കുലർ ഫാബ്രിക്കിന്റെ ഭാഗമാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ. ഈ ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞില്ലെങ്കിലും അവരെ പ്രവർത്തകർ പറയുന്നത്, അവർ പറഞ്ഞാൽ ആഹാ, നിങ്ങൾ പറഞ്ഞാൽ ഏഹേ എന്നുള്ള ആ ഒരു തരത്തിലാണ്. ശ്രീ സന്ദീപ് വാര്യരെ BJP സ്ഥാനാർത്ഥി ലഭിക്കാതെ ഒരു ദിവസം കൊണ്ട് മാറി ഇപ്പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയാകുകയല്ല. അയാള് കേരളത്തിൽ അധികാരത്തിലില്ലാത്ത, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലില്ലാത്ത, ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രത്യയശാസ്ത്രപരമായ നിലപാടെടുക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ നിലപാടെടുക്കുന്നതും അല്ലാതെ എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആശയപരമായ നിലപാടെടുക്കുന്ന ഇപ്പം ശ്രീ OK വാസു, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ശ്രീ OK വാസു അദ്ദേഹത്തിന്റെ മുൻ നിലപാട് തിരുത്തി CPMന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മളതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്താണ്? ഒരാളപ്പുറത്ത് നിൽക്കാൻ പാടില്ല. RSSന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ഒരാൾ പാടില്ല എന്ന് തന്നെയാണ്. നമ്മൾ സെക്കുലർ ക്രെഡൻഷ്യൽ, ബാക്കി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പോലെയല്ല. നമ്മൾ ഏതെങ്കിലും ഒരു വർഗീയ ചേരിയിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ പരമാവധി സെക്കുലർ ഫാബ്രിക്കിന്റെ ഭാഗമായി. എന്തായാലും രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുക. അനന്തുവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.